ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് വളരാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു ഹെയർ പാക്കാണ് തയ്യാറാക്കുന്നത്. പക്ഷേ മഴക്കാലമാണ്, അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും തലമുടി വെക്കേണ്ട കാര്യമില്ല. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തലമുടി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ചുമ്മാ ഒന്ന് തലമുടിയിൽ തലയോട്ടി തേച്ച് കൊടുക്കുവാണെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞു മുടികൾ വളരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കഞ്ഞിവെള്ളത്തിന് കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്തുള്ള ഒരു പാക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കണ്ടെന്നൊക്കെ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഞാനുണ്ടല്ലോ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ. ഇത്രയൊന്നും വേണമെന്നില്ല, കാരണം നമ്മളിത് തലയോട്ടിലാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. പിന്നെ ഒരുപാടാകുമ്പോഴത്തേക്കും നമുക്ക് തലനീര് ഇറങ്ങും, തലവേദന പനിയൊക്കെ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പേരയുടെ ഇലയാണ്. തളിരില എനിക്ക് 2-3 കിട്ടിയുള്ളൂ. ഇതാ ഒരു വലിയൊരു ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇത് മൂത്ത ഇലയൊന്നുമല്ല, സാധാ രീതിയിലുള്ള ഇലയാണ്. എന്നാൽ ഇത് തളിരിലയും അല്ല. അപ്പോൾ തളിരിലേക്ക് 2-3 കിട്ടിയിട്ടുള്ളൂ. ഇനി ഇത് നല്ല വൃത്തി ഒന്ന് കഴുകി എടുക്കണം. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഞെവിടി അങ്ങ് എടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലെ ജാറിൽ ഒരടി അങ്ങ് അടിച്ചാലും മതി. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ സത്ത് മൊത്തം ഈ വെള്ളത്തിലോട്ട്, കഞ്ഞിവെള്ളത്തിലോട്ട് ഇറങ്ങും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൈകൾക്കും നല്ലൊരു മസാജും കൂടിയാണ്. നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആകാൻ നല്ലതാണ്. ഇത്തിരി പാടുണ്ട് കണ്ടോ, ഇങ്ങനെ എവിടെ എടുക്കുമ്പോൾ നമ്മുടെ കൈകൊക്കെ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ കൈകൾക്ക് നല്ലതാണ്, കൈക്ക് നല്ലൊരു സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ പേരയുടെ ഇല ഉണ്ടല്ലോ, മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. മുടിക്ക് ഇങ്ങനെ ഉള്ളു വയ്ക്കാനും നല്ലതാണ്. പിന്നെ നമ്മുടെ തലയോട്ടിൽ എന്തെങ്കിലും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പേരയുടെ ഇല നല്ലതാണ്. ആൻറ്റി ബാക്ടീരിയയും കൂടിയാട്ടോ ഈ പേരയുടെ ഇല. അപ്പോൾ ഇത് നമ്മുടെ തലമുടിക്ക് നല്ലതാണ്. കഞ്ഞിവെള്ളം നല്ലതാണ്, പേരയുടെ ഇലയും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഞെവിടി ഈ പേരയുടെ ഇലയുടെ ഗുണങ്ങളെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേരും കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് തലയോട്ടിയിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കണം. ഇപ്പോൾ മുടിയിൽ തേച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, തലയോട്ടിയിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ആ മുടിയിലൊന്ന് വെക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നല്ലൊരു പാക്കാണ്. എൻ്റെ മുടി നന്നായിട്ടൊന്ന് ഗ്രോത്ത് ആവാനൊക്കെ സഹായിച്ച കഞ്ഞിവെള്ളം വെച്ചുള്ള ഒരു അടിപൊളി ഒരു പാക്കും കൂടി ആയിട്ട് കഞ്ഞിവെള്ളം പേരയിലും ചേർത്തുള്ള ഈ ഒരു പാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് കണ്ടല്ലോ, ഇത് ഞാനുണ്ടല്ലോ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് പഞ്ഞിയിൽ മുക്കിയിട്ടാണ് മുടി ഇങ്ങനെ വകച്ചിൽ വെച്ചിട്ട് തലയോട്ടി തേച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം എൻ്റെ മുടി കണ്ണൻ്റെ മുടി ഇരിക്കുന്നതുണ്ടോ, ചകിരി പോലത്തെ മുടിയാണ്, ഡ്രൈ ഹെയറാണ്. അപ്പോൾ എൻ്റെ മുടിയിൽ എന്നാലും എനിക്ക് എണ്ണ തേക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് എണ്ണ നിങ്ങൾ തേച്ച് കൊടുക്കണം. ഡ്രൈ ഹെയർ ഉള്ളവർ, ഓയിലി ഹെയർ ഉള്ളവർ എണ്ണ തേക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇതങ്ങ് തേച്ച് കൊടുത്താൽ മതി. പിന്നെ എക്സ്ട്രീമിലി ഡ്രൈ ഉള്ളവർ എന്താ വെച്ചാൽ നമ്മൾ തലയോട്ടിലും എണ്ണ തേച്ച് കൊടുക്കണം. നമ്മുടെ ഈ ഒരു പാക്കിലുണ്ടല്ലോ, കുറച്ച് നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അതൊക്കെ ഒരല്പം കൂടി ഒന്ന് ഒഴിച്ചിട്ട് തലയോട്ട് തേച്ച് കൊടുക്കാം. പിന്നെ ഇത് കഴുകി നല്ല വൃത്തിയെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ പാക്കുണ്ടല്ലോ, ഇത് തലമുടി നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം വെച്ചാൽ നമുക്ക് തലനീര് ഇറങ്ങും. പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിയൊക്കെ നമ്മുടെ തലയോട്ടിലോ ഇവിടെ സൈഡിലൊക്കെ വരുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരാറുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിത് അരിച്ചൊന്നും എടുത്തിട്ടില്ല, ഞാനിത് അരിച്ചെടുത്തിട്ട് എൻ്റെ തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചുമ്മാ അങ്ങനെ ഒന്ന് മറിച്ച് കളയല്ലേ ചെയ്യുന്നത്. ആരും അങ്ങനെ തലയോട്ടിൽ അങ്ങനെ തേച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അധികം ആൾക്കാർ മടിയാണ്, ഇതിൻ്റെ സ്മെല്ലാണല്ലോ. പക്ഷേ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നമുക്ക് കഞ്ഞിവെള്ളത്തിന് മണം വരത്തില്ല, പേരയുടെ ഇലയുടെ മാത്രം മണം വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.